നമസ്കാരം, മുഹമ്മദ് നൗഫലാണ്. പ്രസ് ക്ലബിലെ ജേർണലിസം വിദ്യാർത്ഥിയാണ്. ഞങ്ങളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഇന്ദ്രൻസിൻ ഏട്ടനെ ദേശീയ ഫിലിം അവാർഡ് ജേതാവാക്കിയ ആളൊരുക്കം എന്ന സിനിമയുടെ സംവിധായകനായ VC അഭിലാഷ് സാറാണ്. ഇപ്പോൾ മലയാള സിനിമയിലും നടക്കുന്ന ഈ റിവ്യൂവിനെ കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തോട് അവിടെ ഈ റിവ്യൂവിനെ പറ്റി ഒരുപാട് ഇതിൽ സംസാരിക്കുന്ന കേട്ടായിരുന്നു. ഈ മലയാള മലയാള സിനിമയിലെന്നല്ല, ഏതൊരു ആർട്ട് ഫോമിലാണെങ്കിലും കൃത്യമായിട്ടും ആ ആർട്ട് ഫോമിനെ കുറിച്ച് അത് ആസ്വദിക്കാൻ നിയുക്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഈ അഭിപ്രായം പറയുന്ന വ്യക്തികൾ ആ അഭിപ്രായം നിഷ്പക്ഷമായിട്ടാണ് പറയുന്നതെങ്കിൽ, നിഷ്പക്ഷം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പടത്തിനെ അല്ലെങ്കിൽ ഈ ഒരു സൃഷ്ടിയെ വിലയിരുത്തുന്നതിനോട് അല്ല ഞാൻ പറയുന്നത്, നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ അത് വളരെ സ്വീകരിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അത് അങ്ങനെ വിലയിരുത്തൽ നടത്തുന്നതിന് ആ വ്യക്തികൾ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് അവബോധമുള്ള ആളായിരിക്കണം എന്ന് നിർബന്ധമില്ല. അവർക്ക് പ്രേക്ഷകൻ കാണുന്ന ആളായിരിക്കണം. അല്ലാതെ സാങ്കേതികമായിട്ടെല്ലാം പഠിച്ച ആളോ, എഡിറ്ററോ, പിന്നെ എന്താണ്, ക്യാമറയോ, അതിൻ്റെ ടെക്നോളജിയോ, കളറിങ്ങോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയണമെന്നില്ല. അയാളൊരു സാധാരണ, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു സാധാരണ ആ ലേഡി ആരാണോ കാണുന്ന അവരുടെ ജെൻഡർ വ്യത്യാസമില്ലാതെ ഏത് ആർട്ട് ഫോം കാണുന്ന ആളിനും കൃത്യമായി തങ്ങളുടെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. പക്ഷെ ആ അഭിപ്രായം പറയുമ്പോൾ ആ വ്യക്തികൾ ഈ ക്രിയേറ്റീവ് ഇത് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എന്താണ് സൃഷ്ടാവ്, ഒരു സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ച ആളിനെ ഒരു പ്രേക്ഷകരും പഠിപ്പിക്കാൻ പോകേണ്ട കാര്യമില്ല. അതല്ല കാണുന്ന ആൾ ചെയ്യുന്നത്. പഠിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അയാളുടെ നിങ്ങൾ പഠിപ്പിക്കരുത്. നിങ്ങൾ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല, അത് മോശമാണ് അവർക്ക്, നിങ്ങളുടെ കയ്യിലെ ക്യാഷ് പോയി, അത് കണ്ടതുകൊണ്ട് എൻ്റെ സമയം നഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ അത് മോശം വർക്കാണ് എന്ന് പറയാനും അത് മറ്റുള്ളവരോട് പറയാനും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളിൽ നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും കൂടെയാണ് നിങ്ങളിൽ പെടുന്നത് കേട്ടോ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നമുക്ക് അവകാശമില്ല. അത് നമ്മളൊരു സൃഷ്ടി കണ്ടിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ വേണോ എടുക്കാൻ അല്ലെങ്കിൽ ഇന്നത് ചെയ്തിരിക്കണം, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയാനുള്ള അവകാശം ഇല്ല. അയാൾ അങ്ങനെ എഡിറ്റിംഗ് പഠിക്കേണ്ട അല്ലെങ്കിൽ മറ്റേത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനുള്ള അവകാശവും അവർക്കില്ല. ഇതും അവർ ചെയ്യേണ്ട കാര്യമില്ല. അവർ കാണുക, കണ്ടിട്ട് അത് പടം അത് മോശമായി കുറ്റം പറയാം, പരിഹസിക്കാം, അതൊക്കെ ചെയ്യാം. പരിഹസം നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളിന്റെ മൂക്കിന്റെ തുമ്പത്ത് വരെയുള്ളൂ. മൂക്കിൽ തൊട്ട് കഴിഞ്ഞാൽ അത് കാര്യം വേറെയാ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരാളെ അപഹസിക്കാൻ പാടില്ല. അപഹസിക്കാതെ അയാളുടെ അടുത്ത് മാന്യമായി തന്നെ വിമർശിക്കാം. ഇപ്പോൾ പഴയ കാലത്തെ ആളുകൾ ചെയ്തിരുന്ന പോലെ ചലച്ചിത്ര പ്രിന്റ് മീഡിയയിൽ വന്നിരുന്ന നിരൂപണങ്ങളുണ്ടല്ലോ. കോഴിക്കോട് നാദൃശ, സിവിക് എന്നൊക്കെ പറയുന്ന നിരൂപകരുണ്ടായിരുന്നു. ഈ സിനിക്കൊക്കെ എഴുതിയിരുന്ന ഇവരൊക്കെ പോലെ എഴുതണം, അത് മാത്രമാണ് ചലച്ചിത്ര നിരൂപണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നടക്കുന്ന യൂട്യൂബിൽ വരുന്ന റിവ്യൂ ആണ്. പക്ഷെ അതിനകത്ത് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവര് നിരൂപണത്തിൽ കള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ അതിനെ വിമർശിക്കപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതുമാണ്. അതാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. ഈ ഇടയ്ക്ക് നമ്മുടെ ജോർജ് ജോർജുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. ഈ ഒരു പയ്യൻ വിളിച്ചിട്ട് അദ്ദേഹത്തെ ഇതാക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്ത് പരിഹസിക്കുകയൊക്കെ ഉണ്ടായി. അപ്പൊ അത് ഈ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു ഇതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? ഞാൻ ആ പയ്യന്റെ ഇന്റർവ്യൂ കണ്ടതാണ്. ജോർജ് ജോർജ് അദ്ദേഹം അദ്ദേഹത്തിന് സംസാരിച്ച രീതി വളരെ ഇമോഷണൽ ആയിരുന്നു. ആ ഇമോഷൻ ഇപ്പോഴും അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം എന്തുകൊണ്ട് ഒരു ഫിലിം മേക്കറിന് അയാളുടെ പിന്നെ ചെയ്ത സൃഷ്ടിയെക്കുറിച്ച് മറ്റൊരാൾ എഴുതിയത് ഇഷ്ടപ്പെട്ടില്ല, അയാൾ വിളിച്ചു. രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ജോർജ് അയാളെ വിളിച്ചിട്ട് സംസാരിച്ച ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടല്ലോ, അത് തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ജോജു അല്ല, ആര് ചെയ്താലും തെറ്റാണ്. അത് ഇപ്പൊ ജോർജിന് കുറ്റബോധം ഉണ്ടാവുന്നത് അത് ചെയ്തത് ശരിയായില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടായില്ലെങ്കിൽ ഭാവിയിൽ അത് മനസ്സിലാക്കിക്കോളും. പക്ഷേ അതേസമയം തന്നെ ആ റിവ്യൂ പറഞ്ഞ വ്യക്തി, ഞാൻ ആ റിവ്യൂ മുഴുവൻ വായിച്ചതാണ്. ആ റിവ്യൂവിൽ
അതൊരു റിവ്യൂ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് ആ ജോജു എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനോടോ അല്ലെങ്കിൽ ആ സിനിമയോടോ എന്തോ വ്യക്തിവിരോ പണ്ടൊരിക്കൽ ശ്രീനിവാസൻ ചോദിച്ചതുപോലെ ഈ സിനിമകൾ നിങ്ങളെ പിടിച്ച് കടിക്കുന്നുണ്ടോ? അതായത് അതാണ്. അപ്പൊ നിങ്ങൾക്കൊരാളെ വിമർശിക്കാം. അതിൽ തന്നെ അതിനകത്ത് റേപ്പിനെ എങ്ങനെയാണ് റേപ്പ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലുള്ള ഒരു ദ്വയാർത്ഥത്തിലാണ് ആ ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. ഇതാണോ റിവ്യൂ? ഞാൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നില്ല, ഇവിടെ നടത്തുന്ന ഒരുപാട് റിവ്യൂസ് ഉണ്ട്. ആ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അതിനേ സമയമുണ്ട്. നിങ്ങളുടെ സിനിമ നല്ലതാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങളുടെ സിനിമ നല്ലതാണെന്ന് എന്റെ സിനിമ കണ്ടിട്ട് മോശം പറഞ്ഞ ആൾക്കാരെയൊക്കെ എനിക്ക് തെറി വിളിക്കാൻ പറ്റും? അല്ല, നമ്മൾ അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. പക്ഷേ മറ്റേ സൈഡും കൂടെ പരിഗണിക്കണമെന്നാണ് ഞാൻ പറയണത്. അവരുപയോഗിക്കുന്ന റിവ്യൂവിന്റെ ഭാഷ, അവരുടെ ഇന്റൻഷൻ, ഇവരെ പോലെ മനുഷ്യജീവികളാണ് മറ്റേ ആൾക്കാർ. സാർ അതെ, അപ്പോഴേ നമ്മൾ നല്ല കലാമൂല്യമുള്ളത് കൊടുത്താൽ ജനങ്ങൾ ഉറപ്പായും സ്വീകരിക്കും. അപ്പൊ നമുക്ക് അതിനൊരു തെറ്റ്. നല്ല കലാമൂല്യം ഉണ്ട് എന്ന് കരുതി ഉറപ്പായും ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞത് നല്ല കലാമൂല്യം ഉള്ളത് കൊടുത്താൽ ജനങ്ങൾ ഉറപ്പായും സ്വീകരിക്കുമെന്ന് പറയുന്നത് തെറ്റ്. കാരണം ഇവിടെ നല്ല കലാമൂല്യമുള്ള എത്രയോ സൃഷ്ടികൾ ആളുകൾ കാണാതെ പോകും, പരിഗണിക്കുന്നില്ല, തിയേറ്ററിൽ പോയി കാണുന്നില്ല. ഞാൻ പറയട്ടെ, ഇവിടെ പായൽ കബാഡിയുടെ സിനിമ കാണിച്ചു. പായൽ കബാഡിയുടെ സിനിമയ്ക്ക് നമ്മൾ ഈ സംസാരിക്കുന്ന ടാഗോർ തിയേറ്ററിന്റെ എൻട്രൻസ് വരെ ടാഗോർ തിയേറ്ററിന്റെ വേദിയിൽ നിന്ന് ക്യൂ ഉണ്ടായിരുന്നു. ഇവിടെ കഴിഞ്ഞ ആഴ്ച ഈ സിനിമ 4 പേര് തികച്ചില്ലാതെയാണ് ആ തിയേറ്ററിൽ ഇവിടെ കളിച്ചത്. അതെന്തുവാ? അപ്പൊ എന്തിനാ ഇവിടെ ക്യൂ വന്നേ? മനസ്സിലായ? അപ്പൊ നല്ല കലാമൂല്യം കാണാനാണോ മറ്റെന്തെങ്കിലും കാണാനാണോ പോകുന്നത്? അങ്ങനെയുണ്ട്. ആ ചോദ്യം വരും. അത് സ്വാഭാവികമായിട്ട് ആ ചോദ്യം വരും. ഇതിനെ കുറിച്ച് ഇല്ലായ്മ കുറെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി അപ്പൊ അതിന്റെ ആകാംക്ഷയിൽ പോകുന്നവരുമുണ്ട്. ഇല്ലായ്മയോ ഉള്ളതായ്മയോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ കലാസൃഷ്ടിയെ വിലയിരുത്താൻ ഓരോ പ്രേക്ഷകർക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഏത് പടം കാണാൻ പോകണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അവർ ചൂസ് ചെയ്യും, ഇന്ന പടം കയറി കാണാൻ പോകണം, അവർ കാണാൻ പോകുന്നു. അത് IFFKയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, എല്ലാ കലാസൃഷ്ടിയെയും ഉറപ്പായിട്ട് ജനങ്ങൾ അംഗീകരിക്കും. ഇല്ല, അങ്ങനെ എല്ലാ കലാസൃഷ്ടിയെയും ഉറപ്പായി ജനം അംഗീകരിച്ചില്ല. ജനങ്ങളിലേക്ക് എത്തി എന്ന കലാസൃഷ്ടിയെ ഒരു വ്യക്തിയിലേക്കാണ് എത്തുന്നെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ അംഗീകരിക്കും. ഒരു 10 വ്യക്തി കഴിഞ്ഞാൽ ആ 10-ൽ 9 പേര് അംഗീകരിക്കുമായിരിക്കും, നല്ല കലാസൃഷ്ടിയാണെങ്കിൽ. ചിലപ്പോൾ അങ്ങനെയുള്ള കലാമൂല്യമുള്ള സൃഷ്ടികൾ ഇങ്ങനെയുള്ള മോശം റിവ്യൂ കാരണം തകർക്കപ്പെടാനുള്ള ഇതുണ്ടെന്നാണ് സാർ പറയുന്നത്. അതിന് വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒരു നല്ല കലാമൂല്യമുള്ള ഒരു സിനിമ ഒരു മോശം റിവ്യൂ വന്നിട്ട് അതിനെ തകർക്കാൻ നോക്കിയാലും ആദ്യത്തെ 2 ദിവസം ഉണ്ടാവുന്ന ഒരു ക്രൗഡ് കയറി വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ തകർത്തു പോയാൽ അപ്പോഴേക്കും ഇത് നല്ല സിനിമയാണ് എന്ന് നാട്ടുകാർ അറിഞ്ഞു വരുമ്പോഴേക്കും ഈ പോയ ക്രൗഡ് തിരിച്ചു വരത്തില്ല. ഒരു മൗത്ത് പബ്ലിസിറ്റി മൊത്തത്തിൽ പടരും. അതാണ് അതിലെ വാസ്തവം. നല്ലതോ ചീത്തയോ എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാൻ, അതായത് റിവ്യൂയിലൂടെ അല്ലാതെ തീരുമാനിക്കാനുള്ള സാവകാശം കൊടുക്കണമെന്നുള്ള അപേക്ഷ എനിക്കുണ്ട്. ഒരു 3 ദിവസമെങ്കിലും റിവ്യൂ എന്ന് പറയുന്ന പരിപാടി നിർത്തിച്ച് 3 ദിവസം കൊണ്ട് അഭിപ്രായം ഉണ്ടാവട്ടെ. അത് കഴിഞ്ഞിട്ട് അവർ റിവ്യൂ ഇടട്ടെ. ഇത് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ അവർ ഇടുന്നത് കൊണ്ട് അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ട്. അതുകൊണ്ടാണ് 3 ദിവസത്തിന് ശേഷം അവർ റിവ്യൂ ഇടാതെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അവർ റിവ്യൂ ഇടുന്നതിന്റെ ഉദ്ദേശം ഇതാണ് ഇതിന്റെ റിയാലിറ്റി. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം വിട്ടുപോയി, സോറി. ഇന്ദ്രൻ ചേട്ടന് കൊടുത്തൊരു സംവിധായകനാണ്. സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. അദ്ദേഹമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു നല്ല നടനാണ് അദ്ദേഹം, നല്ല അഭിനേതാവാണെന്നുള്ള രീതിയിൽ അദ്ദേഹം തെളിയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. സാർ, അപ്പോൾ നമ്മളിപ്പോ ആദ്യം സിനിമ ഇറങ്ങിയാൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഈ യൂട്യൂബ് എടുത്തിട്ട് ഇപ്പൊ നമ്മളെ ശാസ്താമല പോലെ അല്ലെങ്കിൽ മറ്റേ ഉണ്ണി ബ്ലോഗ്സിനെ പോലുള്ള റിവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഇപ്പോ വിലയിരുത്തുന്നത്. അപ്പൊ അതുപോലുള്ള നല്ല റിവ്യൂ പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരോട് സാറിനോടുള്ള ഇതെങ്ങനെയാണ്? നിങ്ങൾ ഈ പറഞ്ഞതില് പിന്നെ ഓരോ വ്ളോഗുകാരൊക്കെ പേരൊക്കെ പറഞ്ഞല്ലോ, അവരെയൊന്നും ഞാൻ അംഗീകരിക്കത്തൊന്നുമില്ല. ഇവരിൽ പണം വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ അംഗീകരിക്കുന്നത് എങ്ങനെയാ? അത് ശരിയാണ്. പണം വാങ്ങിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ സിനിമ പണം വാങ്ങിച്ചിട്ട് അവർ പിന്നെ തെറ്റായിട്ട് റിവ്യൂ കൊടുത്താലും എനിക്കറിയാലോ. അവർ സിനിമ കാണാതെ മൊബൈലിലും കുത്തിക്കൊണ്ടിരുന്നിട്ട് സിനിമ റിവ്യൂ നടത്തിയ കാര്യം എനിക്കറിയാലോ. അപ്പൊ അത് ആണോ? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അപ്പൊ അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് സാർ പറയുന്നത്. ഞാൻ പറഞ്ഞ റിവ്യൂ എതിർക്കപ്പെടേണ്ടതല്ല. യൂട്യൂബ് റിവ്യൂ വേണം. നിങ്ങൾ പൈസ കൊടുത്ത് റിവ്യൂ ചെയ്യിക്കുകയോ പൈസ വാങ്ങി റിവ്യൂ ചെയ്യുകയോ ചെയ്യണ തെറ്റാണ്. നിങ്ങൾ പ്രൊമോഷന് വേണ്ടി പൈസ ചിലവാക്കുന്നത് പോലെയല്ല ആഫ്റ്റർ റിലീസ് ഈ സിനിമയുടെ റിവ്യൂ എന്ന് പറയുന്നത്. അത് വേറെ എന്നാ ഞാൻ പറഞ്ഞത്. താങ്ക് യു. അപ്പോൾ അതാണ് അദ്ദേഹം. ജനാധിപത്യപരമായ എല്ലാ ചർച്ചകൾക്കും നമ്മൾ തയ്യാറാണ്. തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടണമെന്നും അംഗീകരിക്കേണ്ടത് അംഗീകരിക്കപ്പെടുന്നത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ അഷ്റഖിനൊപ്പം മുഹമ്മദ് നൗഫൽ.